ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എറണാകുളത്ത് വന്നിട്ടുള്ള ഗുണ കേവിലെ ഒരു കാഴ്ചയാണ്. അപ്പോൾ വേറൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കമലഹാസൻ നായകനായ ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻപോട് എന്ന എവർഗ്രീൻ സോങ് ഈ ഗുഹയിൽ വെച്ച് ചിത്രീകരിച്ചതോടെയാണ് ഗുഹയ്ക്ക് ഗുണ കേവ് എന്ന പേര് ലഭിച്ചത്. അപ്പോൾ 1992 തിയേറ്ററുകളിലെത്തിയ ഗുണ എന്ന സിനിമ, അതിലെ പാട്ടൊക്കെ ഹിറ്റായത്. അപ്പോൾ ഇത് ഹിറ്റായതോടുകൂടി ഗുണ കേവ് എന്നത് ഒരു സഞ്ചാരികളുടെ പ്രധാന സ്പോട്ടായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. കൊടൈക്കനാലൊന്നും പോകണ്ട, നേരെ എറണാകുളത്ത് വന്നാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കാഴ്ചകൾ ഇന്ന് കാണാം. ലെറ്റ്സ് വാച്ച്. എറണാകുളത്തെ മറൈൻ ഡ്രൈവിലാണ് ഇങ്ങനെ ഒരു കാഴ്ച വന്നിട്ടുള്ളത്. അപ്പം ടിക്കറ്റ് 100 രൂപയാണ്. നമ്മൾ ആ ഫസ്റ്റ് കയറുന്ന ഭാഗത്ത് ടിക്കറ്റ് 100 രൂപ കൊടുത്ത് എടുത്തതിന് ശേഷം പിള്ളേർക്ക് ഏതാണ്ട് കുറവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും 100 രൂപയാണ് കൊടുക്കുക. നേരെ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്ത് അത് കീറി നമ്മുടെ വീട്ടിലും അകത്തോട്ട് കയറി. അപ്പോൾ ഇതാണ് അകത്തേക്ക് കയറുന്ന വഴി. ഗുണ കേവിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്താണോ ആ രീതിയിലൊക്കെ ഇവിടെ ഒരു ചെയ്തു വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കൊക്കെ കയറി കഴിഞ്ഞാൽ അകത്ത് കുറേ മ്യൂസിക്കും ആ പാട്ടിൻ്റെയും ആ ഒരു സിറ്റുവേഷനൊക്കെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള കുറേ ശബ്ദങ്ങളും ഒക്കെ നമുക്കിതിൻ്റെ അകത്ത് കേൾക്കാം. ഈ ഒരു കേവിൻ്റെ അകത്തൂടെ നമുക്ക് കയറി ഒരു സ്ഥലം എത്തുന്നിടം വരെ ഒരു രസമാണ്. അതൊരു ത്രില്ലിംഗ് ആണ്. അതാണ് എനിക്കൊരു അനുഭവമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം സാധാരണ നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ളതിൻ്റെ കുറച്ച് റീഅറേഞ്ച് ചെയ്തിരിക്കുന്ന രൂപം മാത്രമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. നമുക്ക് ഈ കേവ് അങ്ങോട്ട് കയറുന്നിടം വരെ ഒറ്റയ്ക്കൊക്കെ പോയാൽ കുറച്ചുകൂടെ ത്രില്ലിംഗ് ആണ്. നമുക്ക് കണ്ടു നോക്കാം. അതേപോലെ തന്നെ കുട്ടേട്ട എന്നൊക്കെ വിളിക്കുന്ന ഒരു ഭാഗം, അതും നല്ല ഇരുട്ടിലേക്കൊക്കെ കയറുമ്പോൾ ഇത് പെട്ടെന്ന് പുറകിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണ് ശബ്ദം വരുന്നതെന്ന് നമ്മൾ പുറകോട്ടൊക്കെ തിരിഞ്ഞു പോകും. ഒറ്റയ്ക്കാണെങ്കിൽ ചെറിയ പേടി വരും. എന്നാലും ഇതുവഴി കയറുക. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ പണ്ട് നമ്മൾ ഈ എക്സ്ട്രസി അങ്ങനെയുള്ള കാഴ്ചകൾ വന്നിരിക്കുന്നതിൻ്റെ രീതിയിൽ ഈ അവതാറിൻ്റെയൊക്കെ 3D ഒക്കെ അന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ റീഅറേഞ്ചിങ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കുറച്ച് രൂപമാറ്റം വരുത്തി ഇങ്ങനെ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കയറി വരുന്ന ആ കേവിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും അതിലൂടെയുള്ള ആ ഒരു യാത്രയാണ്. അപ്പോൾ ഈ കണ്ടത് മൊത്തം ഇരുട്ടാണ്. ചില സ്ഥലങ്ങളിൽ വന്ന് ലൈറ്റും ആ ഒരു കളർ ലൈറ്റിങ്ങും ഒക്കെ പോയിരിക്കുന്ന രസമുണ്ട്. പിന്നെ അലർച്ചയും മൃഗങ്ങളുടെ ശബ്ദവും ആ ഒരു ശബ്ദ ഗാംഭീര്യമൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഭംഗിയാണ്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഇത് തുടങ്ങിയതേ ഉള്ളൂ. ഈ മാസം അവസാനം വരെ, അല്ലെങ്കിൽ വരുന്ന മാസം ആദ്യം എനിക്ക് തോന്നുന്ന കുറച്ച് സമയം കൂടെ കാണുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു അനുഭവമാണ്. ഇത് കുഴപ്പമില്ല. മുന്നോട്ട് പോകും തോറും അവിടെ ബാക്കി സാധാരണ രീതിയിലൊക്കെ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഇതൊക്കെ കൊള്ളാം. എന്താ അത് അവിടെ നമുക്ക് കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിള്ളേരൊക്കെയാണ്, കപ്പിൾസൊക്കെ ആയിട്ട് വന്ന് യങ്സ്റ്റേഴ്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. അത് ചുമ്മാ എന്ന് ചോദിച്ചാൽ. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളുമൊക്കെ പിള്ളേരൊക്കെ വന്ന് കയറുന്നുണ്ട്. ഇതിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് വെള്ളം ഒഴുകുന്നതും മലയുടെ ഒരു സിറ്റുവേഷൻ പോലെയൊക്കെ വരുന്നുണ്ട്. കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ എങ്ങനെയാണോ ഗുഹയ്ക്കകത്ത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ഈ കാട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. വലിയ ഇതല്ല എങ്കിൽ പോലും ഒരു രസം. നമ്മുടെ മലയാള സിനിമയിൽ മാഞ്ഞുമൽ ബോയ്സ് വന്നതോടുകൂടി വീണ്ടും ഈ ഗുണ കേവ് വൈറലായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്ന ആൾക്കാർ ഈ കൊടൈക്കനാലിലേക്ക് ഒരുപാട് ആളുകൾ ചെല്ലുന്നുണ്ട് ഇത് കാണുവാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ പല പതിപ്പ് ഇപ്പോൾ എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എറണാകുളത്ത് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നതിൻ്റെ ഈ കേവ് കാണാനായിട്ട് ആൾക്കാർക്കൊരു ആകാംക്ഷ. വെളിയിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാണുക, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് അകത്ത് എന്താണ് ഇത്രയും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള രീതിക്ക് ആൾക്കാർ കയറുന്നുണ്ട്. ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. ഈ ഗുഹ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തോക്ക് കയറുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നാലും നമ്മൾ അകത്തോട്ട് ഒത്തിരി അങ്ങ് കയറി ചെന്ന് ആ കേവ് കഴിഞ്ഞുള്ള ഭാഗം, ഇതൊക്കെ കേവിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന സെറ്റിങ്സ് ഇത് ഇതേപോലെയൊക്കെ ഉള്ളത് പിള്ളേർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയതും സാധാരണ ഒരു നമ്മളെന്തെങ്കിലും എക്സിബിഷനോ എന്തെങ്കിലും കാഴ്ചകളിലേക്ക് ചെല്ലുമ്പം കാണുന്ന പോലെയൊക്കെയുള്ള രീതിയേ ഉള്ളൂ. ബാക്കി ഈ കേവൊക്കെയാണ് ആ കൊടുത്തിരിക്കുന്ന ഭാഗം നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രസം ആ ഇരുട്ടിലൂടെയൊക്കെ നടക്കുമ്പോഴും ലൈറ്റ് അറേഞ്ച്മെൻറ്റും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളു. അത് കൊള്ളാം. ഏതെങ്കിലുമൊക്കെ ഗുഹയിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെ കയറിയിട്ടുള്ള ആൾക്കാർക്ക് ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ കാണാം ചെളിയും അതിൻ്റെ ഇതുമൊക്കെ. ആ ഒരു ലെവലിൽ അവരത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പം നമ്മൾ ഇടയ്ക്ക് ഈ ഇരുട്ട് വരുന്ന ഭാഗങ്ങൾ പെട്ടെന്ന് സൈലൻ്റായിട്ട് ഓരോ ശബ്ദം വരുമ്പോൾ രസമാണ്. അത്യാവശ്യം ഒന്ന് ഞെട്ടും. അത്രയ്ക്കും നല്ല സൗണ്ടിലാണത് വരുന്നത്.
അതിൻ്റെ ഒരു ത്രില്ലിങ് മാത്രമേ ഉള്ളൂ കാണാനായിട്ട്. ബാക്കി ഇതെല്ലാം ഇങ്ങനെ ഒരു നോർമലായിട്ട് കാണുന്ന സെക്ഷൻ എന്നേ പറയാനുള്ളൂ. ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് വരുന്ന കുറച്ച് കിളികളും സാധാരണ നമ്മൾ കാണുന്ന വല്ല കാർഷിക മേളയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ മൃഗങ്ങളും പക്ഷികളും അതേപോലെ എന്തെങ്കിലും മീനൊക്കെ ആയിട്ട് ഈ ഫിഷ് ടാങ്കിലൊക്കെ കിടക്കുന്ന രീതിക്കുള്ള കാഴ്ചകളൊക്കെ വരത്തുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അവതാറിൻ്റെയൊക്കെ ഓരോ 3D വേർഷനൊക്കെ ഇടുമ്പം ഈ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എന്തോ കാര്യങ്ങളുടെ കുറച്ച് പതിപ്പ് വരുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഫോട്ടോ അല്ലെങ്കിൽ സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയ കുറേ ഭാഗങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ 100 രൂപ ടിക്കറ്റ് നമുക്ക് കൊടുത്താൽ മുതലാവുമോ? കാര്യങ്ങൾ വേറൊന്നുമില്ല, നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പം ഒരു 1-2 മണിക്കൂർ ഇതുവഴിയൊക്കെ നടന്ന് സമയം പോകാനാണേലും ഒന്ന് ജസ്റ്റ് ആസ്വദിക്കാനാണേലും എൻ്റർടൈൻ ചെയ്യാനാണേലും പറ്റിയ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ ഗുഹ തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. വെളിയിൽ നിന്ന് കാണുമ്പോൾ നമുക്കതൊരു രസമാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കുക, അകത്ത് കയറും. അതൊരു എന്തോ നമുക്കിഷ്ടപ്പെടുന്ന ഒരു രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ബാക്കിയെല്ലാം നോർമലാണ്. അതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത്. ഈ കാഴ്ചകൾ കണ്ടുവരുമ്പോൾ നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റിയതും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഐസ്ക്രീം മേള നടക്കുന്നുണ്ട്. പല ടൈപ്പ് വാനില, സ്ട്രോബെറി അങ്ങനെയുള്ള ഫ്ലേവറിലൊക്കെ വരുന്ന ഐസ്ക്രീം മേള ഈ നടുക്ക് ഏകദേശം മധ്യഭാഗത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കണ്ട് നമുക്കിങ്ങനെ അത് മേടിച്ച് കഴിച്ചുകൊണ്ടൊക്കെ വേണം ഇതിൻ്റെ അകത്തൂടെ നടക്കാം. പിന്നെ ഈ കുട്ടികൾക്കുള്ള കുറേ കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ഒരു സെക്ഷനിൽ. പിന്നെ അപ്പുറത്തെ സെക്ഷൻ വേറെ വരുന്നുണ്ട്, അത് നമുക്ക് കാണാം. ഈ 3Dക്കൊക്കെ പറ്റിയ സംഭവങ്ങൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ കുറേ റീഅറേഞ്ചിങ് അത് തന്നെയുള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ ഈ സെക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ താണ്ട ഒരു ബേഡ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ കുറച്ച് പക്ഷികളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്ത് ഒരു ഫ്രീ ആയിട്ട് എൻട്രി അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ അകത്ത് സ്വതന്ത്രമായിട്ട് കുറേ പക്ഷികളെയും ലവ് ബേഡ്സ്, മക്കാവു അങ്ങനെയുള്ള കുറേ ഐറ്റംസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇഗ്വാന അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഫസൻഡ അതൊക്കെ ഇങ്ങനെ ഈ വഴി കൂടെയൊക്കെ നടപ്പുണ്ട്. 2-3 കോഴികൾ, ഫാൻസി കോഴികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഫോട്ടോ എടുക്കാം, ജസ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ചുമ്മാ നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് നോർമൽ ഒരിത്. പിന്നെ ആ ഒരു രസം നമുക്കൊരു കുറച്ച് നേരം ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കാം. പിന്നെ ഇവിടെ ഒരു കാറ്റ് കൊടുക്കുന്ന കാര്യങ്ങളും അത് ജസ്റ്റ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ കാറ്റുമൊക്കെ ആയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വന്ന സമയത്ത് എന്തൊക്കെയോ കുറച്ചുകൂടെയൊക്കെ വരാനുള്ളത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ ഇവർ ശരിയാക്കുന്നുണ്ട്. അതായത് പന്തലും കാര്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് മൃഗങ്ങളെയോ റിങ്ങോ ഏതാണ്ടൊക്കെ ഇറക്കുകയും അവിടെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് തുടങ്ങിയ ഒരു സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് തുറന്നു കൊടുത്തതേ ഉള്ളൂ, കുറച്ചുകൂടെയൊക്കെ വരാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കവിടെ ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെ അതുകൂടെയൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 100% ഇതിൻ്റെ അകത്ത് വരാനുള്ള സംഗതികൾ ഇനി വരുന്നവർക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ നടക്കുന്ന കാർപ്പറ്റിലൂടെ ഇപ്പോൾ ഒരു ഫസൻ്റെ താണ്ട ഇങ്ങനെ നടപ്പുണ്ട്, അതൊക്കെ ഫ്രീ ആയിട്ട് ഇതുവഴി നടപ്പുണ്ട്. കോഴികൾ നടപ്പുണ്ട്. പിന്നെ കുറേ പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വട്ടം ചുറ്റി പറക്കുന്ന കാണാൻ രസമാണ്. അതിങ്ങനെ നമ്മൾ വീഡിയോയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു രസം വേണ്ട പോകുന്നത്. അപ്പം കാട്ടിലേക്ക് കയറുമ്പം അല്ലെങ്കിൽ കാട്ടിൽ നമ്മൾ നടക്കുന്ന അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മയിൽ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ വരാനുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെയൊക്കെ വന്നു കഴിയുമ്പം പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇനി വരുന്ന ആളുകൾക്ക് കുറച്ചുകൂടെയൊക്കെ എന്തെങ്കിലും കാണാൻ സാധിക്കും. ആദ്യം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആളുകളൊന്നും ഇല്ലായിരുന്നു. ഒരു ഉച്ചയോടടുത്ത് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു നമ്മൾ ചോറുണ്ണുന്ന സമയം കഴിഞ്ഞപ്പം ആൾക്കാർ വരാൻ തുടങ്ങി. ഒരു വൈകുന്നേരം ആകുമ്പോൾ നിറച്ച ആളായിരിക്കും. ഏകദേശം ഒരു 5 മണി ആ സമയത്തോടു കൂടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഇപ്പോൾ എനിക്കൊന്നും നല്ല തിരക്കായിട്ടുണ്ട്. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. എന്നാ കാണാനേ ഇത്രയൊക്കെ അല്ലേ ഉള്ളെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു സെക്ഷനോട് വരുന്നത്. ഓരോ സെക്ഷനിലും ഇങ്ങനെ കവർ ചെയ്ത് ആ വാതിലിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട്. കാരണം ഈ പക്ഷികളും കാര്യങ്ങളൊന്നും വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ കിടന്ന് കറങ്ങുന്ന രീതിയിലാണ് അവർ ഒരു തുണിയും കാര്യങ്ങളും ഈ നമ്മുടെ പടുതായും ഒക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതേപോലെ മീൻ, ഇത് നമ്മൾ പണ്ട് നേരത്തെ ഏതൊക്കെ പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ടോ അതിൻ്റെയൊക്കെ വീണ്ടും ഒരു റീസെറ്റിങ്സ് എന്ന് തന്നെ പറയാം.
ക്യൂബ്, വാട്ടർ, അതിൻ്റെ അകത്ത് ഫിഷ്, അക്വേറിയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ പല കളർ ടൈപ്പ് ഈ ഇരുട്ടത്ത് വരുമ്പോൾ അതിനൊരു ഭംഗിയാണ്. കളർ ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുമ്പം അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഈ പക്ഷികൾ, സൺകോണൂർ, പൈനാപ്പിൾ കോണൂർ എന്നൊക്കെ പറഞ്ഞുള്ള പക്ഷികൾ വരുന്നുണ്ട്. പ്രാവ്, കോഴി, അങ്ങനെയുള്ള സെക്ഷനാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അക്വേറിയത്തിൽ കിടക്കുന്ന ഫിഷ് ടാങ്കിൽ കിടക്കുന്ന കുറേ മീനുകളുണ്ട്. അങ്ങനെ കുറേ 2-3 സെക്ഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫർണിച്ചർ, സാധാരണ ഈ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്ന സ്റ്റാളുകളൊക്കെയാണ്. ഇനി അങ്ങോട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്ന സ്റ്റാളുകളൊക്കെയാണ്. അതിൻ്റെ അകത്ത് ഫർണിച്ചർ വിൽക്കുന്നവരുണ്ട്, ഈ ക്രോക്കറി ഐറ്റംസ്, ഹോം അപ്ലയൻസസിൻ്റെ കുറച്ച് സാധനങ്ങൾ, അങ്ങനെയുള്ളത്. പിന്നെ ഈ കാപ്പിപ്പൊടി, ശർക്കര, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഇത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലാസ്റ്റ് വരുന്ന സെക്ഷൻ്റെ അകത്ത് ഈ പൂച്ച, പക്ഷി, മൃഗാദികൾ, കാര്യങ്ങൾ. പിന്നെ ഈ അക്വേറിയം നല്ല ഭംഗിക്ക് അങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിങ്ങനെ കാണാനൊരു രസം. പലതരത്തിലുള്ള മീനുകളും ഇതുമൊക്കെയാണ്. പിന്നെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗെയിം കളിച്ചിട്ട് വേണമെങ്കിൽ ആ എറിഞ്ഞു കൊടുക്കുന്ന സാധനം, അല്ലെങ്കിൽ നമുക്ക് ഗെയിം കളിച്ച് കിട്ടുന്നത് നമുക്കുള്ളതാണ്. ആ നമ്പറിലേക്ക് എറിഞ്ഞു വീഴ്ത്തുക, അതിനനുസരിച്ചുള്ള ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് കുറേയൊക്കെ കാണാനുണ്ട്. നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സംഗതിയാണ്. വലിയ ഇതല്ല എങ്കിൽ പോലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. പിള്ളേർക്ക് വെളിയിൽ കളിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗുണ കേവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പറ്റുന്നവർ ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷയോട് ഗുഡ്.